إلى حضرة سيدنا مصطفى محمد صلى الله عليه وسلم الفاتح للناظر الأعظم سلطان معي الدين عبد القادر الجيلاني قدس الله سره اللذيذ الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وأسفا عليكم يا خلق الله. ഓ അല്ലാഹുവിന്റെ പടപ്പുകളെ, നിങ്ങളുടെ മേൽ ആണ്. മാ തഅരിഫൂന ഖാലിഖക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ അറിയുന്നില്ലല്ലോ. അറിഞ്ഞിട്ടുണ്ടോ? യഥാർത്ഥമായ അറിയൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഇൻ കാന ലീ ഫിൽ ഖിയാമത്തി ശൈഉൻ ഇൻദല്ലാഹി അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല തന്നതല്ലാത്തൊരധികാരം എനിക്ക് ഖിയാമത്ത് നാളിൽ ഉണ്ടായിരുന്നു എങ്കിൽ ലഅഹ്മിലന്ന അത്ഖാലക്കും മിൻ അവ്വലിക്കും വആഖിരിക്കും, നിങ്ങളിൽ നിന്നും മുൻഗാമികളും പിൻഗാമികളും ലോകത്തുള്ള എല്ലാവരുടെ ഭാരങ്ങളും ഞാൻ ഏറ്റെടുക്കുമായിരുന്നു. യാ മുഖ്രിഉ ഇഖ്റഅ അലയ്യ വഹദീ, ഓതുന്നവനെ എൻ്റെ മേലൊന്ന് ഓതിത്തരണം നീ. മിൻ ദൂനി അഗ്ലി സമാവാതി വൽ അർളി, ആകാശഭൂമികളിൽ നിന്നും, ആകാശഭൂമികളുടെ അകലുകാരല്ലാത്തവരിൽ നിന്നും എൻ്റെ മേൽ മാത്രം നീ ഓതിത്തരണം. കുല്ലു മൻ യഅമലു ബിഅമലിഹി സ്വാറ ബൈനഹു വബൈന അല്ലാഹ്. കുല്ലു മൻ യഅമലു, പ്രവർത്തിക്കുന്നവർ എല്ലാവരും, അമലിഹി അവന്റെ പ്രവർത്തനം കൊണ്ട്, സ്വാറ അവനാകും, ബൈനഹു വബൈന അല്ലാഹി അസ്സ വജല്ല, സ്വാറ ബൈനഹു വബൈന അല്ലാഹി അസ്സ വജല്ല. കുല്ലു മൻ യഅമലു ബിഇൽമിഹി എന്നുണ്ടെങ്കിൽ റസാലെന്ന് തോന്നുന്നു, അവിടെ അങ്ങനെയാണെന്നായിരിക്കണം. അവരുടേതായ അമല് കൊണ്ട്, ഇൽമു കൊണ്ട് പ്രവർത്തിക്കുന്നവർ, സ്വാറ ബൈനഹു വബൈന അല്ലാഹി അസ്സ വജല്ല, അവന്റെയും അവന്റെ അസ്സ വജല്ലയായ അല്ലാഹുവിന്റെയും ഇടയിൽ ഉണ്ടാകുന്നതാണ് ബാബന്നൊരു വാതൽ. യദ്ഖുലു ഖൽബുഹു മിൻഹു അലൈഹി, ആ വാതിലിൽ കൂടി അവന്റെ ഖൽബ് അല്ലാഹുവിലേക്ക് എത്തുന്നതാണ്. വഅമ്മാ അൻത യാ ആലിമു, ഓ പണ്ഡിതനെന്ന് പറയുന്നവനെ, ഫമുസ്തഖിലുൻ ബിൽ ഖാലി വൽ ഖീൽ, ഖാലയും ഖീലയും കൊണ്ട് ജോലിയാവുകയാണ്. വജംഇൽ മാൽ, മുതലുകളെ ഒരുമിച്ച് കൂട്ടൽ കൊണ്ടും ജോലിയാവുകയാണ്. അനിൽ അമലി ബിഇൽമിക, നീ പഠിച്ചതനുസരിച്ചു കൊണ്ട് അമൽ ചെയ്യാതെ ജനങ്ങളിൽ നിന്നും മുതൽ വസൂലാക്കാൻ വേണ്ടിയിട്ടും ഖാലയും ഖീലയും പറഞ്ഞുകൊണ്ട് നീ ജോലിയാവുകയാണ്. മോനെ, ഫലാ ജർമ യഖഉ ബിയദിക മിനസ്സൂറ ദൂനൽ മഅന, മോനെ നിന്റെ ഇൽമിന് കഴമ്പില്ലല്ലോ, വെറും ഖിശ്റാണ്, തൊലിയാണ്. കഴമ്പ് നിന്നിൽ കാണുന്നില്ല, ആശയങ്ങൾ നിന്നിൽ കാണുന്നില്ല, നിന്നിൽ കോലം കെട്ടൽ മാത്രമേ കാണുന്നുള്ളൂ. ഇദാ അറാദല്ലാഹു തആല ബിഅബ്ദിൻ മിൻ അബീദിഹി ഖൈറൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ദാസന്മാരിൽ നിന്നും ഏതെങ്കിലും ഒരു ദാസനെ കൊണ്ട് നന്മ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അല്ലമഹു, അല്ലാഹു അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. എന്ന് മാത്രമല്ല, സുമ്മ അൽഹമഹു, പിന്നീട് അല്ലാഹു അയാൾക്ക് തോന്നിപ്പിച്ചു കൊടുക്കും. അല്ലമന വൽ ഇഖ്ലാസ്, നിഷ്കളങ്കമായ രീതിയിൽ അല്ലാഹുവിനെ മാത്രം കാംക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും പ്രവർത്തനങ്ങൾക്കും നിഷ്കളങ്കതയ്ക്കും അല്ലാഹു തോന്നിപ്പിച്ചു കൊടുക്കും. അല്ലാഹ് അക്കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തി തരണേ. യാ റഹ്മാൻ യാ അല്ലാഹ്. വമിൻഹു അദ്നാഹു വഇലൈഹി ഖറബഹു, അതിൽ കൂടിയാണ് അല്ലാഹു അവനെ അടുപ്പിക്കുന്നത്, അവനെ ഏറ്റവും ഇലൈഹി അതിലേക്കാണ്, ഖറബഹു വഅറഫഹു അവനിലേക്ക് അടുപ്പിക്കുന്നു, പഠിപ്പിച്ചു കൊടുക്കുന്നു, വഅല്ലമഹു അറിയിച്ചു കൊടുപ്പിക്കുന്നു, ഇൽമൽ ഖുലൂബ് ഖൽബുകളുടെ വിജ്ഞാനങ്ങൾ അവന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വല്ലസ്റാറു മുഖ്താറത്തുൻ ലഹു, രഹസ്യങ്ങൾ മുഴുക്കയും അവന് തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്. ദൂന ഗൈരിഹി, പ്രവർത്തനം പഠിച്ചതുകൊണ്ട് അമൽ ചെയ്യാത്ത ആലിമീങ്ങളെ കൂടാതെ യജിത്തബീഹി, അല്ലാഹു അവനെ തിരഞ്ഞെടുത്തു കളഞ്ഞു. കമജിത്തബ മൂസാ അലൈഹിസ്സലാം വഅലാ നബിയിനാ മുഹമ്മദിൻ,
മൂസ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തിരഞ്ഞെടുത്തതുപോലെ വഖാല ലഹു മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞത് ലാ വസ്തനഅതുക ലിനഫ്സി ഞാൻ എനിക്ക് വേണ്ടി എന്റെ നഫ്സിന് വേണ്ടി ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ മതി ഞാനല്ലാത്തവർക്ക് വേണ്ടിയിട്ടല്ല. അതായത് ലാലിശഹവാത്തി ശരീര ഇച്ഛകൾക്ക് വേണ്ടിയിട്ടല്ല, വല്ലദാത്തി സുഖാനുഭൂതികൾക്ക് വേണ്ടിയിട്ടല്ല, വത്തറഹാത്തി രസങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, പ്രൗഢിക്ക് വേണ്ടിയിട്ടുമല്ല. ലാലിൽ അർളി വലാലിൽ സമാ ആകാശത്തിന് വേണ്ടിയിട്ടോ ഭൂമിക്ക് വേണ്ടിയിട്ടോ അല്ല. ലാലിൽ ജന്നത്തി വലാലിന്നാർ സ്വർഗത്തിന് വേണ്ടിയിട്ടോ നരകത്തിന് വേണ്ടിയിട്ടോ അല്ല. ലാലിൽ മിൽക്കി വലാലിൽ ഹലക്കി അധികാരത്തിന് വേണ്ടിയിട്ടോ നശിക്കാൻ വേണ്ടിയിട്ടോ അല്ല. ലാ യുഖദീദുക ശൈഉം മിന്നീ എന്നെ തൊട്ടൊരു ശൈഉം എന്നെ ചങ്ങലക്കിടുകയില്ല, തടസ്സമാവുകയില്ല. വലാ യുശ്ഗിലുക ശാഗിലുൻ ഗൈരി ഞാനല്ലാത്തൊരു ജോലിക്കാരൻ എന്നെ ജോലിക്കാരനാക്കുകയില്ല. വലാ തുഖയ്യിദുക അന്നീ സൂറത്തൻ കോലത്തിലും എന്നെ തൊട്ട് നീ മറയുകയില്ല. ലാ തഅജിബിഖത്തൻ സ്വഭാവത്തിൽ എന്നെ തൊട്ട് നിനക്ക് ഹാജിബല്ല, മറയില്ല. വലാ തുഗ്നീക അന്നീ ശഹവത്തുൻ എന്നെ തൊട്ട് തന്നെ ഒരു ശഹവത്തും ഒരാഗ്രഹവും ഐശ്വര്യമാക്കുകയില്ല. ലാ തുഖയ്യിദുക അന്നീ സൂറത്തുൻ കോലവും എന്നെ തൊട്ട് നിന്നെ കൈതിടാൻ പോവുകയില്ല, ചങ്ങലക്കിടുന്നില്ല. മോനെ എനിക്ക് വേണ്ടിയാണ് നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത്. ഓ സമൂഹമേ യാ ഗുലാം ലാ തൈഅസ് മിൻ റഹ്മത്തില്ലാഹ് അല്ലാഹുവിന്റെ ഭയങ്കരമായ റഹ്മത്തിനെ തൊട്ട് നിരാശരാകണ്ട. ബിമഅസിയത്തിൻ ഇർതകബതഹാ ഏതെങ്കിലും സാഹചര്യങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് ശൈത്വാന് വഴിപ്പെട്ടുകൊണ്ട് ശരീര ഇച്ഛയ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തെറ്റുകൾ ചെയ്തു എന്ന കാരണത്തിനാൽ പൊന്നുമോനെ അല്ലാഹുവിനെ തൊട്ട് നീ നിരാശനാകണ്ട. അവൻ റഹ്മാനാണ്, റഹീമാണ്. വല്യഗ്സിൽ നീ കഴുകിക്കളഞ്ഞോ നജാസത്ത തൗബി ദീനിക നിന്റെ ദീനിന് പറ്റിയതായ നിന്റെ ദീനാവുന്ന വസ്ത്രത്തിന് പറ്റിയ നജസ് കഴുകിക്കളയണം മോനെ. ബിമാഇ തൗബത്തി വസ്സബാത്തി അലൈഹാ തൗബയാകുന്ന കണ്ണുനീര് കൊണ്ട് കണ്ണുനീരാകുന്ന തൗബയാകുന്ന വെള്ളം കൊണ്ട് ആ തൗബയുടെ മേൽ നീ സ്ഥിരമാകണം. വല്ലിഖ്ലാസി ഫീഹാ ആ തൗബയിൽ നിനക്ക് നിഷ്കളങ്കത വേണം. മോനെ നീ എന്ത് ചെയ്യണം? ആ ദീനിന് നീ പരിമളം പകർത്തണം. മഅരിഫത്താകുന്ന പരിമളം കൊണ്ട് ആ ദീനിന് നീ പുകപ്പിക്കണേ മോനെ. ഇഹ്ദർ മിൻ ഹാദൽ മൻസിൽ അല്ലദീ അൻത ഫീഹി നീ ഏതൊരു സ്ഥാനത്തിലാണോ അതിനെ തൊട്ട് നീ സൂക്ഷിക്കണം. ഫഇന്നക കൈഫ മൽതഫത്ത ഫസ്സിബാഹ ഹൗലുക വൽ അദായാ തഖ്സുദുക تحول عنه وارجع إلى الحق عز وجل بقلبك മോനെ നീ എങ്ങോട്ട് തിരിഞ്ഞാലും ഫസ്സബാഹുന്നറിക്കണം ഹൗലുക നിന്റെ ചുറ്റുഭാഗത്തുണ്ടാകും നിന്നെ വലിച്ചു കൊണ്ടുപോകുന്ന സംഗതികളുണ്ടാകും. വല്ലതായ തഖ്സുദുക ബുദ്ധിമുട്ടുകൾ നിന്നെ കരുതുന്നുണ്ടാകും. തഹൂലു അൻഹു അല്ലാഹുവിനെ തൊട്ട് മറയാകുന്ന വർജിഉ ഇലൽ ഹഖ് അസ്സ വജല്ലയായ റബ്ബിലേക്ക് നീ മടങ്ങണേ മോനെ. ബിഖൽബിക നിന്റെ ഖൽബ് കൊണ്ട് നീ മടങ്ങണം. ലാ തഖുൽ ബിതബഇക വശഹവതിക വഹവാക നിന്റെ ശരീര ഇച്ഛ അനുസരിച്ചുകൊണ്ടോ അതേ പ്രകാരം തന്നെ നിന്റെ പ്രകൃതിയാലോ നീയൊന്നും കഴിക്കണ്ട. ലാ തഖുൽ ഇല്ലാ ബിശാഹിദൈനി അദ്ലൈൻ ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ട് നീതിമാന്മാരായ രണ്ട് സാക്ഷികളെ മുൻനിർത്തി ഭക്ഷണം കഴിക്കുമോനെ. വഹുമാൽ കിതാബ് വസുന്നത്താണ് കിതാബും സുന്നത്തും പറഞ്ഞതനുസരിച്ച് കൊണ്ടുള്ള ഭക്ഷണമാണെങ്കിൽ നീ അതിനെ കഴിച്ചോ. പിന്നെ നീ തേടിക്കോ ഷാഹിദൈനി ആഖിറൈനി
മറ്റു രണ്ട് ശാഖഹുമാ ഖൽബുക ഫഫീലുല്ലാഹി അസ്സ വജല്ല. അല്ലാഹുവിന്റെ പ്രവർത്തനമാണ് നിന്റെ ഖൽബാണ്. ഇസ്തഫ്തി ഖൽബക എന്നല്ല ഒരു വിഷയം വരുമ്പോൾ കിതാബിലും സുന്നത്തിലൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. വീണ്ടും എന്ത് ചെയ്യണം? ഖൽബിനോട് നീ ഇത് കഴിച്ചാൽ, ഇത് ഞാൻ ഉപയോഗിച്ചാൽ, ഇദാ അദ്ദനൽ കിതാബു വസുന്നത്തു വഖൽബുക, കിതാബും സുന്നത്തും നിന്റെ ഖൽബും നിനക്ക് അനുവാദം തന്നാലും മിൻതളിർ റാബിയ, നാലാമത് നീ പ്രവൃത്തി നീ പ്രതീക്ഷിക്കണം. അതേതാ? എന്താ അള്ളാന്റെ തീരുമാനം എന്താണെന്ന് നോക്കട്ടെ. അറാബിയ, നാലാമതെന്ന് പ്രതീക്ഷിക്കണം. വഹുവ ഫീലുല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ പ്രവർത്തനമാണ്. ഞാൻ ഈ ഭക്ഷണം എൻ്റെ അടുത്ത് കിട്ടി, ഇതുകൊണ്ട് ഞാൻ ഭക്ഷിച്ചാൽ അള്ളാഹു എന്നെ പിടിച്ച് ശിക്ഷിക്കുമോ ഇല്ലേ? സംഗതി ഹലാലായ രീതിയിലൊക്കെയാണ്. പക്ഷെ ആ പൈസ കിട്ടിയത് വേറെ ഏതോ, ആ പൈസ കൊണ്ടുവന്ന മുതലാളി പലിശക്കാരനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ ജോലി ചെയ്ത് പഠിച്ച പൈസയാണ്, എന്നാലും ഉണ്ടല്ലോ ഒരു സൂക്ഷ്മത. അതാണ് ആ പറഞ്ഞത്. ലാത്തക്കുൻ കഹാത്തുബില്ലൈലി, രാത്രിയിൽ വിറക് വെട്ടുന്നവരെ പോലെയാകണ്ട നീ. യഹ്സിബു, അവൻ ഇങ്ങനെ വിറക് വെട്ടും. വലായദ്രീമായ ഖൗബിയദി, അവന്റെ കയ്യിൽ ഏതിലാണോ സംഭവിക്കുന്നത് അതവൻ അറിയുന്നില്ല. അതുപോലെയാകണ്ട. ഫയകൂനുൽ ഖാലിഖു വൽ ഖൽഖു هذا شيء لا يجيء بالتحلي والتمني والتكلف والتصنع، ولكنه شيء وقر في الصدر وصدقه العمل، أي عمل العمل الذي يريد به وجه الله، يريد به وجه الله. الله ഖാലിഖും ഖൽഖെല്ലാം ഉണ്ടാകും. ഈ ഖാലിഖും ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടികളും ഉണ്ടാകും. ഇവകളെല്ലാം ഒരു വസ്തുക്കളാണ്, അതൊന്നും കൊണ്ടെന്ത് ചെയ്യുന്നതല്ല. ഹാദാശയും ഞാനിപ്പറഞ്ഞ ഒരു സംഗതിയാണ്. ലായജിയോ, അത് വരികയില്ല. ബിത്തഹല്ലി, കുറെ ജാടയാണെന്നും കാണിച്ചിട്ട് ആഭരണം ഇട്ടത് കൊണ്ടെന്നോ അഥവാ ജാടകൾ കാണിച്ചിട്ടെന്നോ, പത്തമന്നി കുറെ അങ്ങ് കൊതിച്ചിട്ടതോ അതുമല്ല. പത്തക്കല്ലുഫി വത്തസന്നുഴി, കുറെയൊക്കെ അങ്ങനെ പ്രവർത്തിച്ച് വത്തസന്നുഴി കുറച്ചുകൂടെ മെച്ചം കൂട്ടി പ്രവർത്തിച്ച് അങ്ങനൊന്നും വരികയില്ല. വലാകിൻ വശൈഉൻ, അതൊരു ഷൈആണ്. ഉഖിറ ഫി സദർ, അത് അവന്റെ ഖൽബിൽ അല്ലാഹു സ്ഥിരീകരിക്കപ്പെടുന്ന ഒന്നാണ്. വസിദ്ഖുഹു, ആ സ്ഥിരീകരണത്തിന്റെ വാസ്തവം അറിയുന്നത് അല്ലമലു, അല്ലെങ്കിൽ അതിനെ വാസ്തവമാക്കും അല്ലമലു, നിഷ്കളങ്കമായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഐ അമലുൽ അമലി, പ്രവർത്തനത്തിന്റെ പ്രവർത്തനം. സുബ്ഹാനല്ലാഹ്. അല്ലദീ, എങ്ങനത്തെ പ്രവർത്തനം? ഉരീദ ബിഹി വജ്ഹുല്ലാഹ്. ഇല്ലേ, നമ്മളിപ്പോ നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ ആ നിസ്കാരവും ആ നോമ്പ് മറ്റൊരാൾ ഞാൻ നിസ്കരിക്കുന്നതെന്ന് അറിഞ്ഞു എന്ന് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. നമ്മുടെ കൽബിനൊരു, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ദിക്റെല്ലിക്കൊണ്ടിരിക്കുക, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. അപ്പം വേറൊരാൾ കയറി വന്നു. അപ്പം നമ്മുടെ കൽബിൽ ചെറിയൊരു തോന്നൽ, എന്താ, ഞാൻ എന്തായാലും ഖുർആൻ ഓതി മറ്റോ കണ്ടല്ലോ. അപ്പൊ നമുക്കുണ്ടല്ലോ ഒരു കൽബിയായ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. ഞാൻ ഓതിയത് അവൻ കണ്ടു, എന്നാ പിന്നെ ആ സന്തോഷം കൊണ്ട് നിന്റെ സർവ്വതും പോയി. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പൊ നീ അപ്പൊ നിന്റെ പ്രവർത്തനത്തിൽ അല്ലാഹുവിനെ അല്ല നീ ഉദ്ദേശിച്ചത്. നിന്റെ പ്രവർത്തനത്തിൽ നീ ആരെയാണ് ഉദ്ദേശിച്ചത്? അവനെയാണ് ഉദ്ദേശിച്ചത്. കാരണം അവനെ കണ്ടപ്പോൾ നിനക്കെന്തായി? കൽബിയായിട്ടൊരു എന്തോ ഒരു ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇബാദത്ത് എടുത്തോണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പം ഒരാള് ഇങ്ങനെ വന്ന് കഥ തുറന്നു വന്ന് കാണുകയാണ് അയാൾ എന്നെ. അപ്പൊ ഞാൻ ഏതവസ്ഥയിലാ? ഞാനിങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്റെ കൽബിലൊരു തോന്നലാ, എന്താ ഞാൻ ചെയ്ത് കണ്ടല്ലോ അപ്പം എന്നൊരു തോന്നൽ എന്റെ കൽബിൽ വന്നാൽ, മോനെ, ആ തോന്നൽ കൊണ്ട് നിന്റെ സർവ്വതും നഷ്ടപ്പെട്ടു പോയി. അവിടെയാണ് അതാണ് യഥാർത്ഥമായ ഇഖ്ലാസ്. അവൻ കണ്ടോ കണ്ടില്ലേ, നമുക്കതൊന്നും നോട്ടമില്ല. നമ്മൾ ഉദ്ദേശിച്ചത് ആരെയാണ്? അല്ലാഹുവിനെ മാത്രമാണ്. അഖ്ലിസ് ബദാ അല്ലാ തുരീദ ബിതാഅതി,
അതിപ്പോ ഒരു മനുഷ്യൻ കയറി വരുമ്പോഴും, അല്ലെങ്കിൽ ഒരു പോത്ത് കയറി വരുന്നതും, അല്ലെങ്കിൽ ഒരു കുതിര കയറി വരുന്നതും എല്ലാം അവന്റെ അടുക്കൽ സമമാണ്. ഞാനിങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നപ്പോ ഉസ്താദ് ഒന്ന് കണ്ടു. അപ്പൊ എന്റെ അവസ്ഥ എന്തുണ്ട്? ഉസ്താദ് കണ്ടെക്കുന്നത് ഞാൻ ഖുർആൻ ഓതിക്കുന്നത്. അപ്പൊ അവന്റെ കൽബിലെന്തായി? ഇപ്പൊ അള്ളാഹു എന്നുള്ള ചിന്ത അങ്ങ് മാറി. അത് കഴിഞ്ഞാൽ പോയി. ഇവിടെയാണ് വിഷയം. ഇവിടെയാണ് ഇഖ്ലാസില്ല എന്ന് പറയുന്നത്. ഈ ഇഖ്ലാസില്ലായ്മയാണ് നമുക്കെല്ലാവർക്കും പറ്റുന്നത്. ഞാൻ ഏതെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്തത് മറ്റൊരു ഖൽഖ് അറിയുമ്പോൾ എന്റെ കൽബിനൊരു സന്തോഷമുണ്ടാകുന്നു, എന്റെ കൽബിന് എന്തോ ഇല്ലാത്തൊരു ആഹ്ലാദം ഉണ്ടാകുന്നു. ഈ ആഹ്ലാദം ഉണ്ടാകൽ കൊണ്ട് തന്നെ എന്റെ ഈ അമലുകളെല്ലാം ബാത്തിലായി. അതാണ് ആ പറഞ്ഞതിന്റെ ഉൽ ഹാസിൽ എന്ന് ഞാൻ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.